നമസ്കാരം. എല്ലാവർക്കും ജെ.എൻ ഗോൾസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഫിസിക്സിലെ ചാപ്റ്റർ 4 മോഷൻ ഇൻ എ പ്ലെയിൻ ആണ്. ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇത് വളരെ ഒരു ചെറിയ മൊഡ്യൂളാണ്. നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂൾ കൂടിയാണ് മോഷൻ ഇൻ എ പ്ലെയിൻ. ഞാൻ ഈ വീഡിയോയിൽ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് കവർ ചെയ്യുന്നുണ്ട്, ടോപ്പിക്സ് കവർ ചെയ്യുന്നുണ്ട്, അതായത് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായും കാണുക. ഇന്ന് നമ്മൾ ഏറ്റവും മെയിനായി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ വെക്ടർ ആൻഡ് സ്കേലാർ ക്വാണ്ടിറ്റി, പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ, ടൈപ്പ് ഓഫ് വെക്ടേഴ്സ്, റിലേറ്റീവ് വെലോസിറ്റി, പ്രൊജക്ടൈൽ മോഷൻ, യൂണിഫോം സർക്കുലർ മോഷൻ, ഇവയൊക്കെയാണ്. ആദ്യമായി നമുക്ക് എന്താണ് വെക്ടർ ക്വാണ്ടിറ്റി ആൻഡ് സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് നോക്കാം. ദ ക്വാണ്ടിറ്റി ഹാവിംഗ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഈസ് കോൾഡ് ആസ് വെക്ടർ ക്വാണ്ടിറ്റി. ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ്, ഇവയൊക്കെ. സ്കേലാർ ക്വാണ്ടിറ്റി എന്താണെന്ന് നോക്കിയാൽ സ്കേലാർ ക്വാണ്ടിറ്റി ഹാവിംഗ് മാഗ്നിറ്റ്യൂഡ് ഉള്ളി ആൻഡ് അതിന് ഡയറക്ഷൻ കാണില്ല. അതിൻ്റെ എക്സാമ്പിളാണ് വോളിയം, സ്പീഡ്, മാസ്, ഡെൻസിറ്റി. ഇത് നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. ഒരു 2 മാർക്ക് 1 മാർക്ക് ക്വസ്റ്റ്യനാണിത്. ഒന്നുകിൽ വെക്ടർ ക്വാണ്ടിറ്റി, സ്കേലാർ ക്വാണ്ടിറ്റി എന്താണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ചോദിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ എക്സാമ്പിൾസ് തന്നിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറയാം. അങ്ങനെയൊക്കെ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് വെക്ടർ ആൻഡ് സ്കേലാർ ക്വാണ്ടിറ്റി. നെക്സ്റ്റ് വൺ ഈസ് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. ഇതും യൂഷ്വലി സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കാറുള്ള ഒരു ലോ ആണ്. നമുക്ക് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്താണെന്ന് നോക്കാം. If two vectors considered to be the adjacent sides of the parallelogram, then the resultant of two vectors is given by vector that is a diagonal passing through the point of contact of two vectors. അതായത് രണ്ട് വെക്ടർ എ ബി എടുക്കുകയാണെങ്കിൽ, ഒരു പാരലോഗ്രത്തിൻ്റെ രണ്ട് സൈഡായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ആ രണ്ട് വെക്ടറിൻ്റെ കോണ്ടാക്ട് പോയിന്റിൽ നിന്നുള്ള ഡയഗണൽ ആയിരിക്കും. ഇതാണ് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ആൻഡ് നമുക്ക് NCERT ടെക്സ്റ്റിൽ പേജ് നമ്പർ 69 നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എക്സാമ്പിൾ 4.1 ആൻഡ് എക്സാമ്പിൾ 4.3 ഇത് രണ്ടും നമുക്ക് ഇതിൽ കൂടെ തന്നെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഇതും സ്ഥിരമായി പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് നമുക്ക് ടൈപ്പ് ഓഫ് വെക്ടേഴ്സ്. അതൊരു വാസ്റ്റ് ടോപ്പിക്കൊന്നും അല്ല, ഒരു സിമ്പിൾ ടോപ്പിക്കാണ്. സ്ഥിരമായിട്ടൊന്നും ചോദിച്ചു കണ്ടിട്ടില്ല, എന്നാലും ചോദിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഇതിൽ ഈ ചാപ്റ്ററിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് 3 ടൈപ്പ് വെക്ടേഴ്സാണ്. ഒന്ന് യൂണിറ്റ് വെക്ടർ, ദ സെക്കൻഡ് വൺ ഈസ് ഓർത്തോഗണൽ വെക്ടർ ആൻഡ് ദ തേർഡ് ഈസ് സീറോ വെക്ടർ. ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവുക. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ഈസ് റിലേറ്റീവ് വെലോസിറ്റി. The vector difference between velocities of two bodies. അതായത് രണ്ട് ബോഡികളുടെ വെലോസിറ്റിയുടെ വെക്ടർ ഡിഫറൻസ് ആണ് റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഈ ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആയത് എന്തെന്ന് വെച്ചാൽ ഇതിലെ പ്രോബ്ലംസ് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. NCERT ടെക്സ്റ്റിൽ പേജ് നമ്പർ 76 എക്സാമ്പിൾ 4.6 സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് വർക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് വൺ ഇസ് പ്രൊജക്ടൈൽ മോഷൻ. ഈ ചാപ്റ്ററിൻ്റെ ഹേർട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ പറയാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നത് പ്രൊജക്ടൈൽ മോഷൻ എന്ന ഒരു ടോപ്പിക്കിൽ നിന്നാണ്. പ്രൊജക്ടൈൽ മോഷൻ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഇതുവരെ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. നമുക്ക് പ്രൊജക്ടൈൽ മോഷന് എന്തൊക്കെയാണ് അതിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാട്ട് ഈസ് പ്രൊജക്ടൈൽ മോഷൻ? ഒരു ഹൊറിസോണ്ടൽ സർഫസിൽ നിന്ന് ഒരു ബോഡിയെ എയറിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഉള്ള മോഷനാണ് പ്രൊജക്ടൈൽ മോഷൻ. ഇതിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, അതായത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പാത്ത് ഓഫ് ദ പ്രൊജക്ടൈൽ ഈസ് പരാബോള. ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ പല രീതിയിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പം ഈ പോകുന്ന പാത്തിൻ്റെ ഷേപ്പ് എന്താണ്? അതായത് ആ പോകുന്ന പ്രൊജക്ടൈലിൻ്റെ പാത്തിൻ്റെ ഷേപ്പ് പരാബോളിക് ആണ്. അതിന് ആ പോകുന്ന
ആ ബോഡിക്ക് 2 കമ്പോണൻസ് കാണും. ഒന്ന് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് എ വെർട്ടിക്കൽ കമ്പോണൻറ്റ്. ഇപ്പോൾ നമുക്ക് വി എക്സിനെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഫിഗറിൽ വി വൈയെ വെർട്ടിക്കൽ കമ്പോണൻ്റായിട്ട് എടുക്കാം. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഇക്വേഷൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ഇക്വേഷൻ ടു ഫൈൻഡ് ദ മാക്സിമം ഹൈറ്റ്, ഇക്വേഷൻ ടു ഫൈൻഡ് ദ ടൈം ഓഫ് ഫ്ലൈറ്റ്, ഇക്വേഷൻ ടു ഫൈൻഡ് ദ ഹൊറിസോണ്ടൽ റേഞ്ച്. ഇതിൻ്റെ ഡെറിവേഷൻ സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വളരെ സിമ്പിൾ ഡെറിവേഷനാണ്. ദാറ്റ് ഈസ് മാക്സിമം ഹൈറ്റ് ഈക്വൽസ് h ഈക്വൽസ് u² sin² θ ബൈ 2g. ദ ടൈം ഓഫ് ഫ്ലൈറ്റ് t ഈക്വൽസ് 2u sin θ ബൈ g ആൻഡ് ഹൊറിസോണ്ടൽ റേഞ്ച് r ഈക്വൽസ് u² sin 2θ ബൈ g. ഈ 3 ഇക്വേഷൻസിൻ്റെ ഡെറിവേഷൻ നിർബന്ധമായും പഠിച്ചിരിക്കുക. അത് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പിന്നെ ഇതിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഡിഗ്രി ആംഗിളിലാണ് നമുക്ക് മാക്സിമം റേഞ്ച് കിട്ടുക എന്നുള്ളതാണ്. അതിനുത്തരം 45 ഡിഗ്രിയാണ്. 45 ഡിഗ്രിയിലാണ് നമുക്ക് മാക്സിമം റേഞ്ച് കിട്ടുന്നത്. ആൻഡ് മാക്സിമം റേഞ്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ RM ഈക്വൽസ് u² ബൈ g. ഈ പ്രൊജക്ടൈൽ മോഷൻ ഈ ടോപ്പിക്കിൽ നിന്ന് പല രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ വരാം. ഏത് രീതിയിൽ വന്നാലും ചെയ്യാൻ പ്രിപ്പയർഡായിരിക്കുക. ഇതിൽ ഡെറിവേഷൻ മാത്രമല്ല പ്രോബ്ലവും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു പാർട്ട് തന്നിട്ട് മറ്റേ പാർട്ട് കണ്ടുപിടിക്കുക. അതായത് ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു കമ്പോണൻറ്റ് മാത്രം നമുക്ക് തരിക എന്ന് വെച്ചു ക്വസ്റ്റ്യനിൽ. അത് വെച്ചിട്ട് ടൈം ഓഫ് ഫ്ലൈറ്റ്, റേഞ്ച് ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. ഈ 3 ഇക്വേഷൻസ് തമ്മിലുള്ള കണക്ഷൻസ് വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അതും വർക്കൗട്ട് ചെയ്ത് പഠിക്കുക, നല്ലതായിരിക്കും. ഫോർ എക്സാമ്പിൾ NCERT ടെക്സ്റ്റിൽ പേജ് നമ്പർ 79 എക്സാമ്പിൾ 4.9 ഇതിനൊരു എക്സാമ്പിളാണ്. അത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലം എങ്ങനെയാണ് വരുന്നതെന്ന് ഉള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും. അടുത്ത നമ്മൾ നോക്കുന്നത് യൂണിഫോം സർക്കുലർ മോഷനാണ്. അതും ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിലെ. ആൻഡ് വാട്ട് ഈസ് യൂണിഫോം സർക്കുലർ മോഷൻ? When an object follows a circular path at constant speed, the motion of the object is called uniform circular motion. That is, ഒരു ഒബ്ജക്റ്റ് കോൺസ്റ്റൻറ്റ് സ്പീഡിൽ സർക്കുലർ പാത്ത് ഫോളോ ചെയ്യുമ്പോൾ ഉള്ള മോഷനാണ് യൂണിഫോം സർക്കുലർ മോഷൻ. ഇതിൽ the speed is constant throughout the motion. യൂണിഫോം സർക്കുലർ മോഷൻ്റെ ക്വസ്റ്റ്യൻസ്, അതായത് പ്രോബ്ലം ചോദിക്കാറുണ്ട്. അതേ കണക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. ദ ആക്സിലറേഷൻ ഓഫ് എ ബോഡി പൊസസിങ് യൂണിഫോം സർക്കുലർ മോഷൻ ഈസ് കോൾഡ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. NCERT ടെക്സ്റ്റിൽ എക്സാമ്പിൾ 4.10 ഇത് ചെയ്തു നോക്കിയാൽ വളരെ ഉപകാരപ്രദമായിരിക്കും. ഇത്രയുമൊക്കെയാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. ഇതൊക്കെ കവർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാത്തരം ക്വസ്റ്റ്യൻസും മെയിൻ ടോപ്പിക്സും ഞാൻ ഈ വീഡിയോയിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SSLC +1 +2 മോർ റിലേറ്റഡ് വീഡിയോസ് ഉടൻ തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു.